എല്ലാ പ്രേക്ഷകർക്കും മസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളെ വഞ്ചിച്ചു പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ചെമ്പോത്ത് പൈലായ CHO റീഡിങ്ങിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ സ്നേഹം ആ വ്യക്തിയോട് കാണിച്ച, ഏറ്റവും കൂടുതൽ നന്മ ആ വ്യക്തിയോട് കാണിച്ച നിങ്ങളെ ആ വ്യക്തി ഉപേക്ഷിച്ച് പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി. കാരണം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹം പോലെ മറ്റാരോ നിങ്ങൾ സ്നേഹിച്ചില്ലായിരുന്നു. പക്ഷെ എന്നിട്ടും ആ വ്യക്തി നിങ്ങളെ തനിച്ചാക്കി കടന്നുപോയി. നിങ്ങൾക്കൊരുപാട് വേദന ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായ നിങ്ങളുടെ സ്നേഹത്തെ തിരസ്കരിച്ച് കടന്നുപോയ ആ വ്യക്തി അങ്ങനെ പോയെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളെ കളഞ്ഞിട്ട്, നിങ്ങളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയെങ്കിലും കാലാന്തരത്തിൽ അല്ലെങ്കിൽ പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള മോഹവുമായി ജീവിക്കാനാണ് വിധി കൽപ്പിച്ചത്. ഇപ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. നിങ്ങളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങളുമായി അകലേണ്ടി വന്നപ്പോൾ ആ വ്യക്തി അന്നത് തനിക്ക് നല്ലതാണെന്നാണ് കരുതിയത്, അല്ലെങ്കിൽ തൻ്റെ തീരുമാനം നല്ലതാണെന്നാണ് ആ വ്യക്തി കരുതിയത്. പക്ഷെ പിന്നീട് മനസ്സിലായി, ആ വ്യക്തിയെ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിച്ച, ഏറ്റവും ഇഷ്ടത്തോടുകൂടി സ്നേഹിച്ച നിങ്ങളെ ഒഴിവാക്കി പോയപ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖമുണ്ടായി. മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് വേദന സമ്മാനിച്ചുകൂടെ തന്നെയാണ് ആ വ്യക്തി കടന്നുപോയത്. ആ വ്യക്തി നിങ്ങൾക്ക് വേദന സമ്മാനിച്ചപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് തനിക്ക് നല്ലത് വരും, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലതാണ് മറ്റൊന്ന് എന്നുള്ള രീതിയിലാണ് ആ വ്യക്തി പോയത്. ഇപ്പോൾ ആ വ്യക്തിക്ക് അതിലൊരു കുറ്റബോധമുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്ത് ആർക്കും ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ആ വ്യക്തിക്ക് അവസാനം മനസ്സിലായി. കുറ്റബോധം ആ വ്യക്തിക്ക് ഒരുപാടുണ്ട്. തനിക്ക് വന്ന നഷ്ടത്തെ ഓർത്ത് ആ വ്യക്തി ഒരുപാട് കരയുന്നു. നിങ്ങളൊന്നും അവകാശപ്പെടാതെ ആ വ്യക്തിയെ സ്നേഹിച്ച കാര്യത്തിലും എല്ലാം നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാം ആ വ്യക്തിക്ക് നൽകിയതും ഒക്കെ ആ വ്യക്തി ഓർമ്മിക്കുന്നു. ആ വ്യക്തിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്നു. ഒരു മാത്രമെങ്കിലും നിങ്ങളെ ഒന്ന് കാണാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച നന്മയുടെ ഓരോ ഓർമ്മകളും ആ വ്യക്തിയിൽ സത്യത്തിൽ വേദനയാണ് സമ്മാനിക്കപ്പെടുന്നത്. ഒരവസരം കിട്ടിയാൽ തിരിച്ചു വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു, കാത്തിരിക്കുന്നു. എപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം ആ വ്യക്തി മറച്ചു വച്ചിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു. രണ്ടാമത്തെ തത്തമ്മ പൈൽ സ്വീകരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ സ്നേഹം നിങ്ങളോട് യഥാവിധി പ്രകടിപ്പിക്കുന്നതിനോ ആ സ്നേഹം നിങ്ങൾക്ക് മറ്റുള്ളവർ കാണുക നൽകുന്നതിനോ ഒന്നും ആ വ്യക്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്തിനു വേണ്ടിയായിരുന്നു ആ വ്യക്തി നിങ്ങളെ തിരസ്കരിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു ആ വ്യക്തി നിങ്ങളെ വേണ്ടെന്ന് വെച്ചത്? ഒരുപക്ഷെ ആ വ്യക്തിക്ക് പോലും അത് മനസ്സിലാവുന്നില്ല. ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടായിരുന്നു, ഹൃദയത്തിൽ നിങ്ങളുണ്ടായിരുന്നു. പക്ഷെ പെരുമാറ്റത്തിൽ നിങ്ങളില്ല എന്നുള്ള രീതിയിൽ ആ വ്യക്തി പെരുമാറി. പല ഘട്ടത്തിലും നിങ്ങൾ തന്നെ ആ വ്യക്തിയെ സംശയിച്ചു. എന്തിനാണ് ഈ വ്യക്തി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളോട് ഇഷ്ടമായിരുന്നു. തൻ്റെ ഇഷ്ടം പ്രകടിപ്പിക്കുന്ന ഒരു രീതി അങ്ങനെയായിരുന്നു. പക്ഷെ നിങ്ങൾക്ക് വേദന ഉണ്ടായി. ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചപ്പോൾ നിങ്ങൾക്ക് ആ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതായിട്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയത്. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയായിരുന്നു. നിങ്ങളെ സ്നേഹിക്കുന്നത് തുറന്നു പറയാതിരിക്കാനോ അറിയിക്കാതിരിക്കാനോ ആ വ്യക്തി ആഗ്രഹിച്ചു. എന്തിനെന്നറിയില്ല, ആ വ്യക്തി ആ സ്നേഹത്തെ അകന്ന് കാണാനും ആസ്വദിക്കാനും തുടങ്ങി. പക്ഷേ ഒന്നും തുറന്നു പറയാതായപ്പോൾ, നിങ്ങൾ താല്പര്യപ്പെടാതായപ്പോൾ ആ വ്യക്തി കരുതിയിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തി സ്നേഹിച്ചിരുന്നു, നിങ്ങൾ കരുതിയിരുന്നത് സ്നേഹമില്ലെന്നാണ്.
ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് പലപ്പോഴും നിങ്ങൾക്ക് തോന്നി. പല കാര്യത്തിലും നിങ്ങളൊരു നീച്ചമില്ലാതെ നിങ്ങളോട് പെരുമാറുന്നത് തോന്നി. പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുക തന്നെയായിരുന്നു. നിങ്ങൾക്കത് മനസ്സിലായില്ല. ആ വ്യക്തിയുടെ ദുരഭിമാനവും ആ വ്യക്തിയുടെ സ്നേഹം പുറത്തു കാട്ടാനുള്ള പിശുക്കും ആ വ്യക്തിയുടെ അവഗണിക്കുന്ന സ്വഭാവവും ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചത് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ലെന്ന് മനസ്സിലാക്കാനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു ആ വ്യക്തിയുടെ സ്നേഹം ഒന്ന് സൂക്ഷ്മതയോടെ നോക്കിയിരുന്നെങ്കിൽ. അങ്ങനെ സ്നേഹം കാണിക്കാതെയായി പെരുമാറുന്ന ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നപ്പോൾ ആ വ്യക്തിക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട്. ഞാൻ കുറച്ചുകൂടി എൻ്റെ വ്യക്തിയെ സ്നേഹം കൂട്ടിക്കാണിച്ചിരുന്നെങ്കിൽ എൻ്റെ വ്യക്തി എൻ്റെ ഒപ്പം നിന്നേനെ എന്നുള്ളൊരു ചിന്ത ഇപ്പോഴും ഉണ്ട്. അതായത് ആ വ്യക്തി സ്നേഹം ഒരിക്കലും പുറമെ കാണിച്ചില്ല. മനസ്സിൽ നിന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ മനസ്സും തുറന്നില്ല. അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം അറിയാതെ നിങ്ങൾ കടന്നുപോയി. അങ്ങനെ നിങ്ങൾ കടന്നുപോയപ്പോൾ ആ വ്യക്തിക്ക് വിഷമമായിരിക്കുന്നു. നിങ്ങളൊന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ച് നിങ്ങൾ സ്നേഹിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് അതിന് കലശലായ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സ്വീകരിക്കാൻ. കാരണം നിങ്ങളുടെ മുമ്പിൽ സ്നേഹം കാണിക്കാതെ പോയതാണ്. അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നിങ്ങൾ കടന്നുപോയി. അങ്ങനെ നിങ്ങൾ കടന്നു പോകാനുള്ള കാരണം താനാണെന്നറിയാവുന്ന ആ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് മാപ്പ് ചോദിക്കാനും തിരിച്ചു വരാനും തയ്യാറാകുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.